വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. വളരെ ഈസി ആൻഡ് സിമ്പിൾ ഒരു റെസിപ്പിയാണ് ഒരു കരിമീൻ ഫ്രൈ. ജസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്, ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ ഇതിലിത്ര പ്രത്യേകതയെന്ന് വിചാരിക്കും, പക്ഷെ ഞങ്ങൾക്കിവിടെ കരിമീൻ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഒരു തമിഴ് സ്റ്റോറിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ പോയപ്പോൾ, അതും ഫ്രഷായിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതിനെ ഞങ്ങൾ ഒന്ന് വൃത്തിയാക്കി ഇവിടെ കുറച്ച് വിനീഗറൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ ഒരു കാര്യം പറയാം, ഇത് ഇന്നത്തെ കുക്ക് ഞാനല്ല, എൻ്റെ ഹസ്ബൻഡാണ് കരിമീൻ ഫ്രൈഡ് കുക്ക് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ട് വരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 എണ്ണമാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് വിലയും ഉണ്ട് ഇതിന് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കുറച്ച് കുരുമുളക്, ഇത്രയാണ് എടുത്തത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇടികല്ലിൽ വെച്ച് ഇടിച്ചാണ് എടുക്കുന്നത്, ചതച്ചാണ് എടുക്കുന്നത് കേട്ടോ, മിക്സിയിലിട്ട് അടിക്കുന്നില്ല. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കുരുമുളകിന് പകരം നിങ്ങൾക്ക് പച്ച കുരുമുളക് എടുക്കാം കേട്ടോ. അപ്പോൾ കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ തീർന്നു പോയി. നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല, തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം മറ്റേ സാധാ കുരുമുളക് എടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇടിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ പൊടിയും കൂടെ ചേർക്കുന്നതാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തു, അത് കണക്ക് കുറച്ച് കാശ്മീരിയും സാധാ ചില്ലിയും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ അത്. പിന്നെ കുറച്ച് ഉപ്പ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, മീൻ പൊരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എനിക്കറിയാം. അപ്പം ഞങ്ങൾ ഇവിടെ ചെയ്തപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. കാരണം ഞങ്ങൾക്കൊക്കെ കരിമീൻ കിട്ടുന്നത് വൺസ് ഇൻ എ വൈലൊക്കെയാണ്. പിന്നെ ഞാൻ അങ്ങനെ റെയറായിട്ടേ കാണാറുള്ളൂ. പിന്നെ ഫ്രോസനും അല്ല, ഒരുവിധം നല്ല ഫ്രഷായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ കാണും, ചിലപ്പോൾ ഒട്ടും കൊള്ളത്തില്ല, മാസങ്ങളായതായിരിക്കും. അപ്പോൾ ഇത് ഇടിച്ചതിൻ്റെ കുറച്ച് വെള്ളം, ആ കല്ലിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ പാചകമല്ല കേട്ടോ, ഇത് എൻ്റേതല്ല, ഹസ്ബൻഡ് രീതിയിൽ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴയ്ക്കുകയാണ്. അപ്പോൾ ഇടിച്ചെടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് വിനീഗർ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ വിനീഗർ എപ്പോഴും നമ്മൾ മീൻ പൊരിക്കുന്നതിന് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ആ അരപ്പിൽ കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ ഈ അരപ്പ് തേച്ച് കൊടുക്കണം. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ അരപ്പ് മീനിൽ തേക്കുമ്പം നന്നായിട്ട് ആ വരയുടെ ഇടയ്ക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ മാംസത്തിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കത്തുള്ളൂ. ഉപ്പും എരിയും പുളിയും ഒക്കെ അതിൽ പിടിക്കണമെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ തേച്ച്, പിന്നെ നമ്മൾ അതിൻ്റെ തലയുടെ ഇടയ്ക്കൊക്കെ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് പൊരിക്കുക കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് പൊരിക്കണം, അതുകൊണ്ട് മുറിക്കുന്നില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് മുറിക്കാതെ പൊരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫുള്ളായിട്ട് പൊരിക്കുമ്പം കഴിയുന്നത് നമ്മൾ നന്നായിട്ട് അതിൻ്റെ പിന്നെ തലയുടെ അകത്തും ഒക്കെ നമ്മളിങ്ങനെ അതിൻ്റെ അരപ്പ് പുരട്ടാൻ നോക്കണം. കാരണം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ മാംസത്തിൽ അരപ്പ് പിടിച്ചില്ലെങ്കിൽ കൊള്ളില്ല, അത് പൊരിച്ചാൽ. അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ആക്കി എടുക്കാനാണ് പരിപാടി എന്ന് തോന്നുന്നു. അങ്ങനെ തനിയാണ്, ഞാൻ അതിൽ തൊട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ അരപ്പെല്ലാം പുരട്ടുകയാണ്, ഇതിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും മീൻ പൊരിക്കാനൊക്കെ ഇത് കണക്ക് ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോൾ ഒരു ദിവസം നേരത്തെ കുറച്ച് ഇങ്ങനെ ഇതുപോലെയൊക്കെ നന്നായിട്ട് മാരിനേറ്റൊക്കെ ചെയ്ത് വെച്ചിരുന്നാൽ നല്ലതാണ് കേട്ടോ. നന്നായിട്ട് അതിലെല്ലാം പിടിച്ചിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വിനീഗറും കൂടെ ചേർത്തിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വിനീഗറും കൂടെ ചേർക്കുമ്പോൾ. അങ്ങനെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിന് ഒരു 20 മിനിറ്റ് നമ്മളിതെല്ലാം അരപ്പെല്ലാം പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇങ്ങനെ റാപ്പ് ചെയ്ത് അതിൽ വെക്കുന്നു. പിന്നെ നിങ്ങൾക്ക് പിറ്റേന്നൊക്കെയാണ് പൊരിക്കണമെങ്കിൽ ഇതേണക്ക് അരപ്പ് പുരട്ടി വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് അതൊന്ന് സെറ്റ് ചെയ്യും. 20 അരമണിക്കൂറോ നിങ്ങൾക്ക് സമയമുള്ളതുപോലെ വെക്കാം കേട്ടോ. അപ്പോൾ
അപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും നല്ല എണ്ണയിൽ ഇതിങ്ങനെ വറുത്ത് കോരയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ആർക്കും എണ്ണ ഒരുപാട് യൂസ് ചെയ്യുന്നതിൽ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് അങ്ങനെ ഒരുപാട് എണ്ണ ഒഴിക്കുന്നില്ല. പക്ഷേ മീഡിയം ഫ്ലെയിം ആയിരിക്കണം കേട്ടോ, ഒരുപാട് തീ കൂട്ടരുത്, തീ കൂട്ടിയാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇടയ്ക്ക് അതിനെ തിരിച്ച് പതുക്കെ ഇട്ട് എടുക്കണം കേട്ടോ. ഇത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു സിമ്പിൾ, ഞാൻ പറഞ്ഞില്ല ഒന്നുമില്ല, ഒരു സിമ്പിൾ ഫ്രൈ ആണ്. അപ്പോൾ ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ കുറച്ച് ഉള്ളിയും നമ്മുടെ നാരങ്ങ, സെലറി, ക്യാരറ്റ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരുപാട് നാൾ കൂടി, സാധാരണ ഇത് നാട്ടിൽ പോകുമ്പോഴൊക്കെയാണ് കാണുന്നത്, പിന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് കരിമീൻ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒന്നാണ്. അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. വൺ ഡേ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.